Imagination is more important than knowledge, for knowledge is limited, whereas imagination embraces the entire world, stimulating progress, giving birth to evolution. With these wonderful lines said by Albert Einstein, I wish a very warm good evening to one and all present here. Myself, Shanti, would be hosting the session today. I welcome everyone to this another wonderful session initiated by IT Leaders Club and being presented by an IT specialist, Mr. Sangeet KM. Today, we have with us our chief guest, Sri Joy John, a retired Joint Director, Directorate of Panchayat, LSGT Government of Kerala, Dr. Rajiv RR, Program Head, E-Government and Development at International Center for Free and Open Source Software. And our third guest is Mr. Srijit, Manager of IT and Communication in Cochin International Airport Limited. On behalf of IT Leaders Club, I wholeheartedly welcome all our chief guests, all the members of IT Leaders Club. I welcome all the attendees with us today for the session, and last but not least, all the founders of our IT Leaders Club who took this brilliant initiative to create a collaborative environment for everyone involved in the club for exchanging the information and services. Starting with our session, I would like to request Sri John for an introduction. Sri Joy John is the retired Joint Director, Directorate of Panchayat, LSGT Government of Kerala. Joy sir, over to you. Good evening, dear leaders. Good evening, leaders. Good evening. IT Leaders Clubിൻ്റെ പ്രതിവാര മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ ആദ്യമേ ഇതിൻ്റെ ഫൗണ്ടർ മെമ്പർമാരായ ശ്രീ അനൂപ് കൃഷ്ണയോടും അവിടെ ശ്രീ സുരേഷ് കുമാറിനും അതോടൊപ്പം മറ്റു മെമ്പർമാരെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചപോലെ ഞാൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോയി ജോൺ. ഞാൻ കഴിഞ്ഞ 33 വർഷമായി പഞ്ചായത്ത് വകുപ്പിൽ വിവിധ തസ്തികകൾ സേവനമനുഷ്ഠിച്ച ശേഷം പഞ്ചായത്ത് ജോയിൻ്റ് ഡയറക്ടർ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. 2015 ശേഷം ഈ രംഗത്ത് ജില്ലാതല ഉദ്യോഗസ്ഥ നിലയിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നിലയിൽ വയനാട് ജില്ലയിലും അവിടെ തന്നെ തൃശ്ശൂർ ജില്ലയിലും സുസ്ഥിരമായ സേവനം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് വകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനനം മുതൽ മരണം വരെ എല്ലാവരുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങൾക്കും എത്തുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് ഓഫീസുകൾ. ആ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഞാൻ വയനാട് ജില്ലയിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി സമയത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളെയും ISO നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞു. അവിടെ തന്നെ വെറും 90 ദിവസം കൊണ്ട് മിഷൻ വയനാട് 2018 എന്ന ഒരു പ്രോഗ്രാം നടത്തി ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പഞ്ചായത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ യഥാസമയം കൃത്യതയോടെ ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞു. അതിലുപരിയായിട്ട് അതിനുശേഷം 2019 ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടിയായിട്ട് വന്ന സമയത്താണ് നിങ്ങളുടെ ഫൗണ്ടർ മെമ്പറായ ശ്രീ അനൂപ് കൃഷ്ണനായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വർഷക്കാലം തൃശ്ശൂർ ജില്ലയ്ക്ക് വളരെ നല്ല രീതിയിൽ പഞ്ചായത്ത് വകുപ്പിൻ്റെ സേവനം സാധാരണ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. 86 ഗ്രാമപഞ്ചായത്തുകൾ ISO നിലവാരത്തിലേക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ISO 2015 എന്ന സുത്യർഹമായ ആ സർട്ടിഫിക്കേഷനിൽ 86 ഗ്രാമപഞ്ചായത്തുകളെയും ഏർപ്പെടുത്തി സംസ്ഥാനത്തെ 2ാമത്തെ ജില്ലയായി പ്രഖ്യാപിക്കുകയും അത് കഴിഞ്ഞ ജനുവരി മാസം 23 നമ്മുടെ ബഹുമാനപ്പെട്ട LSCD വകുപ്പ് മന്ത്രി ശ്രീ മൊയ്തീൻ സാർ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടർ മെമ്പറായ ശ്രീ സുരേഷ് കുമാർ ഞാൻ നേരിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വളരെ വിഷനുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യമായത്. അത് ഞാൻ പിന്നീട് വരാം. ഇതിനായാലും നിങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാം. ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പൊതുമേഖല ഗവൺമെൻറ് മേഖലയിലുള്ള ഓരോ സ്ഥാപനത്തിൻ്റെയും IT മേധാവികളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയിലൂടെ ഇന്ന് നിങ്ങൾ നേടിയതായ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നും നാളെയും ഭാവിയിലും വരാവുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് അതിലൂടെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും നിങ്ങളുടെ ലൈഫിലെയും മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് ഈ IT ലീഡേഴ്സ് ക്ലബിൻ്റെ പ്രവർത്തനം. അങ്ങനെ നോക്കുമ്പോൾ വളരെ ശ്ലാഘനീയമാണ് ഈ പ്രവർത്തനം. നല്ലത് കൊണ്ടുപോകണം. നിങ്ങൾക്കുണ്ടാകുന്ന പരസ്പര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി ഇതിനെ മാറണം.
ഈ ഒരു ആശയം തന്നെ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിനെ പരിചയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, മിസ്റ്റർ സുരേഷ്. അദ്ദേഹം സ്കൈബർടെക്കിൻ്റെ MD ആണ്. അദ്ദേഹത്തിൽ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 50ഓളം കമ്പനികളുടെ വിർച്വൽ CEO ആയി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അതിശയപ്പെട്ടു. കാരണം വളരെയധികം നോളജിലുള്ള, വളരെ ആശയമുള്ള ഒരു വ്യക്തിയാണ്. ഈ ആശയം എങ്ങനെ ഗവൺമെൻറ് സർവീസിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്തത്. അതിന് ഗുണം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായെന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ ഓഫീസ്, ഞാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടിയായ സമയത്ത് തന്നെ എൻ്റെ ഓഫീസിൽ വിർച്വൽ പ്ലാറ്റ്ഫോം എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഏതാണ്ട് 20,000 രൂപ ഒരു പുറത്ത് ചെയ്യാവുന്നൊരു കാര്യം കേവലം 1 രൂപ പോലും വാങ്ങാതെ എൻ്റെ ഓഫീസ് ചെയ്തു തരികയും ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് നിങ്ങൾക്കറിയാം, അതിനുശേഷം നമ്മുടെ ജില്ലയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിനെ ഏറ്റെടുത്തു. നിങ്ങൾക്കറിയാം, പഞ്ചായത്തുകളിൽ വിവിധ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗുണം വളരെ എങ്ങനെ ആക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ഞാൻ അദ്ദേഹം സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ വളരെ തന്നെ നല്ല രീതിയിൽ എന്നോട് കൈകോർത്ത് നിന്നുകൊണ്ട് ഞാൻ ജില്ലയിലെ ഒരു പഞ്ചായത്തിനെ ഏറ്റെടുത്തു. ആ പഞ്ചായത്തിൽ 1 മാസം കൊണ്ട് അവിടുത്തെ IT-യിലായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പരിഹാരം ഉണ്ടാകാവുന്ന ഒരു സമയത്താണ് ഈ കോവിഡ് ഉണ്ടാവുകയും ആ പ്രവർത്തനം നിർത്തിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കോവിഡ് സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രവർത്തനം മെച്ചപ്പെട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും നടന്നുപോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ പഞ്ചായത്ത് നിലയിലെ സ്വപ്നം യാഥാർത്ഥ്യം കഴിയും. അതുമാത്രമല്ല, എൻ്റെ സ്വപ്നം തന്നെ ഈ സംസ്ഥാനം മൊത്തം ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. അതിന് ഈ സുരേഷ് കുമാർ വളരെയധികം സേവനം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് മറക്കാൻ കഴിയുന്ന അറിയില്ല. വളരെ സുവർണ്ണ കാലഘട്ടമായിരുന്നു ശ്രീ സുരേഷ് കുമാറായിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ ഈ സുരേഷ് കുമാറിൻ്റെ ഈ ഐഡിയ കൊണ്ട് ഇന്ന് ഒരുപക്ഷെ ഈ മേഖലയിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏക പ്ലാറ്റ്ഫോമായി ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറാൻ കഴിഞ്ഞത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള വിഷൻ മാറ്റിക്കൊണ്ട് ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചെറിയ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഇങ്ങനെ സൂചിച്ച പോലെ ആശയങ്ങളാണ് നാളെ പ്രവർത്തിയായി മാറേണ്ടത്. അപ്പോൾ നിങ്ങൾ നാളെ കേരളീയ സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കുലങ്കൃഷ്ണ ചിന്തയും എനിക്ക് വളരെയധികം ആശയങ്ങൾ നമ്മുടെ പഞ്ചായത്ത് വകുപ്പിലും ജനങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹവും ഉണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഷെയർ ചെയ്തു. അപ്പോൾ എന്ത് തന്നെയായാലും ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് അതിൻ്റെ ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുന്ന സുരേഷ് കുമാറിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം ഈ രംഗത്ത് ഇപ്പോൾ ഞാൻ ചിന്തിക്കാതെ ആയിരുന്നു ഇങ്ങനെ ഒരു സൂം വഴി ഒരു കോൺഫറൻസ് നടത്താൻ പറ്റുമെന്നുള്ള കാര്യം. പക്ഷേ ഞാൻ തൃശ്ശൂർ സമയത്ത് തന്നെ സൂം അല്ലെങ്കിൽ കൂടിയും ഞങ്ങളുടെ തന്നെ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടറിമായിട്ടുള്ള ദൈനംദിന മീറ്റിങ്ങുകളെല്ലാം നടത്തുകയും ഈ ഒരു വെബ് അടിസ്ഥാനത്തിലുള്ള മീറ്റിങ്ങിനെ ഞാൻ അതിൻ്റെ പോസിബിലിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എവിടെയായാലും ഇന്ന് ഇതിൻ്റെ ഒരു വളരെയധികം മേഖലയിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിക്കാത്ത ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നമുക്ക് സമൂഹത്തിൽ മാറിക്കഴിഞ്ഞു. ഇതെല്ലാം നമുക്കെല്ലാം ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം നിങ്ങൾക്ക് മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ നമുക്ക് കേരള സമൂഹത്തിനും വളരെ മെച്ചപ്പെട്ട ഒരു സേവനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അത് കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേരളത്തിലും പൊതുസമൂഹത്തിൽ ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ഒരു ഖണ്ഡിയായിട്ട് ഇത് മാറണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിവാര മീറ്റിങ്ങുകളിലെല്ലാം ചർച്ച ചെയ്യേണ്ടതും ഇതെങ്ങനെ അതോടൊപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ സ്ട്രെസ്സിലാണ് നിങ്ങൾ വളരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് എങ്ങനെ മാറ്റാൻ പറ്റും, ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പാത്രത്തിൽ നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഇത് കേരള സമൂഹത്തിന് വളരെയധികം ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു സംരംഭം ഏറ്റവും വലിയ വരും ദിവസങ്ങളിൽ ഇത് പടർന്ന് പന്തലിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ IT ക്ലബ്ബ്, ഒരു വലിയ ക്ലബ്ബായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് കേരള സമൂഹത്തിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരു പുതിയ കേരള സമൂഹത്തിനെ സൃഷ്ടിക്കാം. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. ആ ഒരു പ്രയാണത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Thank you, sir, for sharing your views with us. Today, we have many new members with us who are new to this platform of IT Leaders Club. For giving them an insight about this, I would request Mr. Suresh Kumar. He is the founder of IT Leaders Club and virtual CIO and senior IT advisor of Skybertech. Sir, I would request you to give the insight to our new members. Over to you, sir. Thank you, Shanti. Good evening all. പ്രത്യേകിച്ച് ജോയ് സാറിന് താങ്ക് യു. സാറിന് ഒരു സമയം കണ്ടെത്തിയതിൽ വരാൻ പിന്നെ മനസ്സ് കാണിച്ചതിൽ നന്ദി.
അതിനോടൊപ്പം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ക്ലബിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് ഒന്നുകൂടി ഇപ്പൊ പുതിയ മെമ്പേഴ്സിന് ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഒന്ന് പറയുകയാണ്. നമ്മുടെ ഉദ്ദേശം IT-യില് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട നോളജ് ക്രിയേറ്റ് ചെയ്യുക. കാരണം എല്ലാ സ്ഥാപനത്തിലും ഒരു IT മാനേജർ ഉണ്ടാവും. ആ IT മാനേജർ നോളജ് വെച്ചുകൊണ്ടാണ് ആ സ്ഥാപനത്തിന്റെ IT സിസ്റ്റം ബിൽഡ് ആവുന്നത്. അതിലേക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ നോളജ് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, എക്സ്പീരിയൻസ് ഉള്ളതോ ഇല്ലാത്തോ എന്നുള്ളതല്ല, എങ്ങനെ ആളുകളുടെ നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും, അതിനൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്, നല്ല രീതിയിൽ മെമ്പേഴ്സ് ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ ഓരോ സെഷനുകളെ, ഓരോ ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സെഷൻ കണ്ടക്ട് ചെയ്യും. കഴിഞ്ഞ ആഴ്ച മിസ്റ്റർ ജയചന്ദ്രൻ ആയിരുന്നു, ഈ പ്രാവശ്യം മിസ്റ്റർ സംഗീതാണ്. അപ്പോൾ ഓരോ ആഴ്ചയിൽ, അടുത്ത ആഴ്ചയിൽ നമുക്ക് വരുന്ന ഗസ്റ്റ് വിഗാർഡ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ്, അതിന്റെ IT ചീഫ് ആയിട്ടുള്ള മിസ്റ്റർ റോബിൻ എന്ന് പറഞ്ഞ സാറാണ്. സാറ് കോവിഡിന് ശേഷവും കോവിഡ് നടന്ന ഈ കാലഘട്ടത്തിലും IT-യുടെ പ്രാധാന്യം, അതിനൊപ്പം തന്നെ കൊളാബറേഷൻ ടൂളുകളുടെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് ആള് അടുത്ത ആഴ്ച നമുക്ക് സെഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ നോളജ് നമുക്ക് വിത്തൗട്ട് കോസ്റ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. നമ്മൾ ആകെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു മണിക്കൂർ സമയം ആഴ്ചയിൽ നമ്മുടെ പ്രൊഫഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളില് ഉള്ള ഉദ്ദേശം. അപ്പോൾ താങ്ക് യു. വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും താങ്ക്സ് ഉണ്ട്. നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. നമുക്ക് വളരെ ടൈം ബൗണ്ട് ആയിട്ട് തീർക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. 8:15 നമുക്ക് പ്രോഗ്രാം നിർത്തണം. ഒരു 1 hour 1.5 hour ഉള്ളിലുള്ള പ്രോഗ്രാം ആയിട്ട് തന്നെ അത് പോകണം. എന്തായാലും താങ്ക് യു. ശാന്തി കണ്ടിന്യൂ ചെയ്തോളൂ. Thank you, sir. Thank you for your insights about the club. Moving on to our session, I would request Dr. Rajiv R.R. for sharing his views with us, after which he will be co-presenting the session with Mr. Sangeet. Dr. Rajiv is the Program Head, E-Government and Development of International Center for Free and Open Resource Software, Government of Kerala. Dr. Rajiv, over to you, sir. It's audible from my side? Yes, sir, it's audible. Yeah, okay. Thank you, Chandi, and the founders of IT Leaders Club. ജോയ് സാറ് പറഞ്ഞതുപോലെ IT നമ്മുടെ സമൂഹത്തിന് എങ്ങനെ ഉപയോഗപ്രദമാവണമെന്നുള്ള രീതിയിൽ കേരളത്തിലെ സർക്കാർ ഇതര മേഖലകളിലെ ജോലി ചെയ്യുന്ന വിവിധ IT പ്രൊഫഷണലുകളുടെ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ശ്രീ അനൂർ കൃഷ്ണയ്ക്കും അതിനൊപ്പം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനൊപ്പം നമ്മള് ഈ കാലഘട്ടത്തില് ഇത്രയും നിശ്ചലമായി എന്ന് പറയുന്നത് ലക്ഷറി ആരും നിശ്ചലമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് പല പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളുടെ ആണെങ്കിലും സുമാരിലാണെങ്കിലും നടക്കുന്നുണ്ട്. അതിന് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് പല പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണെങ്കിലും ഓപ്പൺ സോഴ്സ് മറ്റുള്ള മേഖലകളിലൂടെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രീശാന്തിയുടെ ഓപ്പൺ ERP പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നിലവിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഗവൺമെന്റ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജി വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങള് ഇവരുടെ കസ്റ്റമൈസേഷൻ പ്രോസസ് നടത്തുകയും ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു അതിനകത്ത് നമുക്ക് വലിയൊരു രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും വളരെ കൃത്യമായിട്ട് അത് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംഗീത പ്രസന്റേഷന് ശേഷം ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
Thank you, sir. Thank you for sharing your views. Now, I would like to invite the present co-present. So let's this presentation is about open source ERP. Hi everyone, good evening. Hope I am audible. Yes, sir, Good you evening, are good evening. audible. Audible. Okay. So I'm just sharing the screen or yeah. Okay. So today I'm going to talk about a subject about which we all are very much familiar with. It is nothing but open source technologies. Yes, day-to-day life, we all go through a lot of software programs. Being the head of IT of all the institutions, whether it be private or public, yes, we all go through different sorts of applications. There are certain applications which needs a cost. We need to pay something to the organization, and there are some applications which are totally free. So now we are going to differentiate or see the advantages and disadvantages of an open source system. So mainly the session is split into three. One, the general open source technologies. Second, the one particular open source ERP, which is Odoo. And third, a small demo, a quick demo of what are the capabilities of an open source ERP. So everything will complete within 8:15 as we promised. So let's go to the open source technologies. So the first slide, which is the agenda of the meeting. As we said, open source technologies is a agenda showing in the screen. Shanti, Ari. Screen വരുന്നുള്ളൂ. Okay. So right here, I would talk about the open source technologies, and immediately after this, the Odoo open source ERP will be presented by Dr. Rajiv, and for about 15 minutes, he will take us through the Odoo open source ERP technologies features, and then after that, followed by a demo of 10 to 15 minutes max. So we'll talk about open source. What is open source? Of course, we all know it's a software that anybody can use, inspect, or customize as per the requirements. And it can be another important factor is that it can redistribute to the benefit of other users. So it is not only for programmers, anybody, any organization, if they want to have, they can use open source systems. But if you are a programmer, it basically allows programmers to improve already developed code. And you can also add components as per the requirement. No need to start development from the scratch. It affects the way people can use software. The open source licenses promote collaboration and sharing because of the ability that the system provides. If the screen is not visible, then I can share from my system. Shanti? I am unable to see the screen. You share the screen. Are you able to show the screen? No, yours is muted. സംഗീതം ഒന്ന് വീഡിയോ മ്യൂട്ട് ചെയ്തോ. Right. ഇല്ല.
screen is I think some technical issues are there. So shall I share the screen from here? I think problem at Shangi's place. from your Yeah. Then I will share from Yeah, my system. better Sangeeta share the screen. That's better. Yes. Okay. Now you can see it now. Yes, Sangeet. Yeah. We can see now. Yes, we can see. Okay. So the agenda is basically open source technologies, open source ERP, that is Odoo, and the demo of that particular system. That is the agenda. Now we'll talk about broadly what is open source, why is it important, the history, open source today, few examples of open source, what are the impact of open source, their advantages and disadvantages, and about the future. So this is broadly into that what we are going to discuss. Now we will talk about what is open source. Open source is any program, any software program, but whose source code is made available for the use of a company or for a programmer to modify. So the rule is anyone can inspect, can see, check, modify, and make enhancements. And it really affects the way people can use software. This is a simple definition of an open source. Now we'll talk about why is it important. Because of three reasons. It promotes collaboration, it improves programming, and it shares knowledge. Promotes collaboration means helps developers to develop new technologies and helps improve the technologies that has been previously developed. Now comes improves programming, allows anyone to enhance code to improve the program. It also shares knowledge due to its open nature. It allows information to be shared easily and freely. And as a result, the whole community benefits out of it by adding new code to it, new facilities, new functionalities. Now we'll talk about, we could call a person called Richard Stallman as a father of open source technologies. He started the free software development, which eventually led to the open source movement, Richard Stallman. He asked himself a very simple question: what exactly is required to achieve a free of software system to everyone? So his answer also was given by him. His answer to this was, it needs information truly and readily available to the citizen for using software systems and a provision to enhance it at a free of cost. In 1984, Stallman created GNU project. FSF, Free Software Foundation, was formed in the year 1985, 1 year after that, which funds the development. Hello. Yeah. Hello. Are you able to see the screen? Yes, Sangeet, you can proceed. Yeah, okay. Now, the GNU project, which turned out to develop the first free operating system called GNU Hud. It is a Unix-like operating system, but differs from Unix by being free software and containing no Unix code. So its look-wise, it was completely like Unix. Now we'll talk about open source today. The investments. It's basically, as you think, it's open source, nobody's paying anything, but then it's a large industry. A lot of people contributed to it. So its valuation currently, it jumps over $1 million US. Of course, that's a lot of money, $1 billion US. $165 million investment has been recently made. Two major foundations are merged. And there are 4 software rules for an open source. Run the program as you wish. Modify the program to fit your needs. Redistribute copies.
and distribute modified copies. So what does it mean? You can use the program, you can run the program as per your requirement. You can also modify the program. Of course, nobody is stopping you. You can modify the program as per your requirements, your organization requirements. You are also free to redistribute it to another company. There is one clause here, you are not supposed to take any license fee. You can take implementation, but you are not supposed to take any license fee from the other company. Once again, you are also free to distribute the modified copies. Any change you made, any customization you made, that also you can distribute. There are certain examples which we can all use in our life. One is a browser. We all are familiar with the browser Firefox. Firefox replaces Microsoft Internet Explorer and also Microsoft Edge, Google Chrome. All these browsers can be replaced by a free browser called Firefox. We are always using Microsoft Office. Most of us, at least few of us, are using OpenOffice or StarOffice. It's similar to Microsoft Office. The only difference is that it is open source program. And even the commands are all similar. Most of the features are there. But still, some companies are preferring Microsoft Office. So my advice to all the IT heads is that if you try using StarOffice or OpenOffice, it is coming free. It is an open source system. You can try that. The features are almost the same. And for collaboration, there will be compatibility issues. In order to solve that, there is a provision to convert it to Microsoft Office packages. So you can use this. Next comes GIMP. Most of the features of Photoshop, we buy Photoshop. Most of the features of Photoshop are available in GIMP. Now Zimbra. Zimbra is another open source emailing system, and it competes with Microsoft Outlook. We have a Sugar CRM. Sugar CRM, it's a CRM. It's a customer relationship management software. This is Open CRM. And there is a famous open source system called Marketcetera, which is an enterprise training platform for fund managers in the financial sector. And there is Sun's Open Solaris. At the moment, it's outdated. It is stopped, but still it was a famous operating system based on the open source version of the Unix operating system. Currently, it is discontinued. We all are familiar with Linux, an operating system kernel, first released in 1991 by Mr. Linus Torvalds. These are some few examples of some open source systems. Now we'll talk about the impact of an open source system. Open source system pose a severe threat to the closed source operating system companies like Microsoft, Oracle, etc. Software improvements are done on a daily basis. It's open to everyone. So it is constantly being adapted. As you know, so many minds are working on it. Anyone can modify or improve the open source system, and we would be able to use it. A person who is creating an open source system, within a few, like 2 or 3 months, he or she will be able to see the system in a completely different manner. So this is the impact of open source system. Now we'll see the advantages of open source system. Flexibility, that is the main advantage. Means it allows to solve the problems in multiple ways. A lot of people have already contributed to the development. The advantage is it ensures agility on the development or further improvement of open source system. Now we have speed. It is always quick implementation in terms of open source system because the organization requirements are already available in open source system as a built-in feature and no need to reinvent the wheel. If you are going to develop it from the scratch, it is going to take more time. Now, if you are using an open source system, which is already having a lot of features, then you can save a lot of time. Cost effectiveness. As a result of readily available free system, no need of any financial approvals, you can directly go and try yourself. And if it is suitable, you can go for it, you can implement it. Security, this is a very important part. Open source applications are having a very good track record of ensuring cyber security. So it is expected to continue in the future as well. No risk in choosing an open source of software.
because that is the one thing that many of the people, even if your application is not that secure, the contributors will ensure that this is secured and it is added. Involvement. Advantage is multiple people are working on solving the problem at any given point of time. It is not only you. There are a lot of people from all over the world to help you out. Attract better talent. Open source technologies development talent, of course, is highly in demand. A lot of companies invest on finding the right talent. Since the software licensing cost is zero, they concentrate more on the manpower resources to improvise the system. Now comes disadvantages. There are some disadvantages also, which is difficult to use. Generally, some of the open source technologies are not that user friendly. So we need to choose which open source technology to be taken. Difficulty of use is one, but it's not for all. There are some technologies which are not user friendly. And second issue is compatibility issues. As I just said, an example of Microsoft Office. Your other side is using Microsoft Excel. When then Star Office file, you have to first convert it to Microsoft Excel, then send. So there is, but still you can, there is a workaround, but there will be compatibility issues. So most programs need specialized drivers to run, and this becomes less and less programmatic as the dependability is being reduced. The third point is liabilities. Means when the system is taken, the open source, there is no owner. So there is no R&D, no liability protection. The responsibility is only on us, on the IT person. So these are the three major disadvantages. Now we'll talk about the future of open source as per the tech market scene. It is inexpensive as compared with proprietary software. Any proprietary software you take, for example, if it's an ERP, you take SAP or Oracle or Sales. So all these systems are very expensive as compared to open source. Open source licensing is totally free. Next comes service and improvement and easily innovative. These two things are coming together. Open source technologies are constantly innovative and adaptive. Then comes large growth. Many people believe that it will continue to grow at crazy rates, as it's expected that open source software will reach even wider customers in the coming years. I actually searched online for this last week, found a little article with many experienced technologies, a kind of opinion on open source technologies, and almost all of them were positive and saying that the open source software will easily outgrow closed software in the coming years. And even very optimistically, they are telling giants such as Microsoft will be in big trouble. They may even close down. OSS will be the key driver of innovation. And this goes back to the recurring topic of how people can modify different files without needing extra permissions. And because of these innovations will be a key factor in the future of open source software. It is expected that OSS eventually will be taken over completely in the coming years. So this is a broadened role on the future of open source. Now, very few people will be knowing about an organization in Kerala who is into promoting open source technologies. We recently, I acquainted with Dr. Rajiv and his company, ICFOS, and I'm very much impressed in their courses and the way they are taking initiative to develop one ERP. And even our company, our employees are doing one course from them. It is very cost effective. Plus, they are promoting a lot. Being a government organization, they are trying to give trainings and trying to promote organizations to adapt open source technologies. So I will ask Dr. Rajiv to take continue the other presentation on Odoo ERP. That is one of the ERPs in the open source technologies, and it is famous. Rajiv? Hi, Mr. Rajiv. Can you please share the screen and start the presentation of the remaining slides?
Yeah. Thank you, Sangeet. You may please share the screen. Yeah, sure. Just a minute. Is it visible, my slides? Yes, visible. Okay, thank you. Okay, thank you, Sangeet. Gave a brief introduction about the open source software. That means it's not only the cost effective, but also we can develop for one organization, then we can distribute it freely for the other organization or the other people. That is one of the biggest motto behind the open source software. Okay, then here we are going to give some introduction about the ERP solutions. Its name is Udo. Normally the Udo is available in two versions. One is the community version and another one is the enterprise version. So the community version is enough to do the things in our organization, because it's having a lot of modules. We can install these modules, and means install in the sense we can customize it and use it. Then first of all, what is an ERP? So ERP means it's a enterprise resource planning. Is the process of managing and integrating the important parts of a business by a company. And also it's a management, it's having some management information system integrated with some other areas of like sales, purchase, planning, inventory, marketing, finance, etc. The other areas also we can include. Then separate modules is also available for it. We can install these modules and install in the sense for our purpose. Each organization's process is totally different from other organization. Install it and tune it and use it. And also it simplifies the complex business process and provides a timely assistance to the decision making. We can also use this as a one of the decision making systems for large organizations. It's actually working like a MIS kind of thing, management information system. Why we are moving to ERP? Because now most of the organization having different branches or the different offices as different part of the country or the different part of the globe. So for that purpose, we require the efficient management and integrated information processing or information spreading kind of thing. We are using an ERP solution. The same time, increase the productivity and better the analysis and better the forecasting is we can use ERP solutions. We can done by using these type of the ERP packages. There are two types of ERP solutions are available. One is the proprietary ERP solutions. It's given by the MNCs, different MNCs all over the globe. Then another one is the open ERP. The proprietary ERP, then it's normally the small organizations or medium organizations, implementing the proprietary ERP is costly one, because the MNC is charging a very big amount and also it's
supporting cost is also very high. That is why the most of the organizations currently using the open source ERP. The different open source ERP solutions are also available. One of the open source solution is Udo, and another one is the ERP Next. What is the advantage of this one is its source code is made publicly available, and customization and we can do the customization process, and we can use it for our own purpose. But here there is no licensing fee in the case of the open source ERP. Then one more thing related. Then how the participants having some doubts regarding to the open source, if there is no licensing fee or but no cost is not involved. That means if you want to do this type of ERP installation and kind of thing, the organizations or the persons required a small amount as the service charge, or they're providing their service as a minimum of amount they charged for the customization process. That is the only expense for installing the open source solutions. Otherwise, it's totally free. Here we are customizing, not fully developed. Here we are customizing on Udo open source ERP solution. It's a business management solution. It includes the CRM, e-commerce, billing and accounting, manufacturing, warehouse, project management and inventory management solution. Here we are using the community version. Is a license of LGPL. It's a general public license version 3. Open source. It's an open source version license. There are many types of license in open source is available. Here it's a community version. It's a general public license, not on a proprietary license. The source code for this framework and core ERP modules are created by the Belgium-based Udo SA. Why we are using Udo? So the Udo combines the ISO views and wide range of the functionality for effective business management, and also it provides a large number of the convenient tool for the managing or business process of the company. Among the main advantages of the system is the plethora of the application that allow you to customize Udo to meet the specific needs of your company and quickly expand the functionality when needed. It's some of other advantage means it's an all-in-one solution and add-ons for many needs, and also user-friendly experience and low total cost of the ownership. This is some of the advantages of Udo ERP solution. Some of the core modules in this one, it's having its own accounting packages. It's on CRM. The sales modules are available. The purchase modules are available. Inventory management is also available. Project management. Then if you want to develop a website for your company, then its module is also available. Then POS and discussion forums, all these core modules and its plugins is also available with the community version. How to customize the Udo? The customization is one of the biggest tasks or one of the basic tasks for the Udo usage. The first one is we want to analyze the business workflow. Normally the software engineering process is having, if you want to develop a particular software, the first of all, the most of the system analysts or the software engineers, what exactly is doing is they analyze the requirements. Then here is also the analyze the business workflow based on that one, the sketch the business and identify the customization. That means what are the modules? That means the Udo community version is having many modules.
The sum of actually you just install all the modules in your server or in somewhere, then it uses the huge spaces. To avoid that thing, first of all, you download the community version and install in your PC. And what are the plugins you need? Then you install that plugins and use it. That means compare the business flow with the existing modules, and if sometimes you require some of the customization process. Only if you want, then you can use it. Otherwise, it won't. Then you can directly use that modules. Then install the basic Udo in server. That is another part. That is the implementation process. Then install the custom modules, and also automate the works and reap the benefits. That means it's simply use it. This is the process in how to use or how to customize the Udo. Here we already customized one Udo version. Then if the time permits, then I will just demonstrate lively to you. Sangeet, is it possible or Suresh, is it possible to demo this one? I think yes, Rajiv, we can proceed. I think because time is there. I think and almost 20 minutes more. Yeah. Okay. Thank you. Thank you. Thank you, Rajiv sir and Sangeet sir, for the wonderful presentation. I think we can move on to Paru sir. Yeah, then here I am going to demo the software. Okay, we are moving on to the demo. അപ്പോൾ നമുക്ക് demo കാണാം sir. Demo കാണാം. Okay. Then my team member, Mr. Praveen, is with me. The Praveen just give the demonstration. Here is the app menu. Here we have installed the apps necessary for our customization. We have installed project module. In this project module, we can create projects. So we can create a simple name such as and clicking the sample. Ali, sorry. 1 second. I think Praveen, you are showing still the presentation. It's not the live screen. Okay. Just a minute. You stop this and you can share the other screen. Stop this one. Okay. Yeah, it's correct now. Okay, thank you. Okay, I will show it once more again. Log out and log out. Okay, this is our main home page. Here I am just signing in. These are the apps we installed for the customization. Now I am taking the project module. Here on clicking the create, we can create a project. I am naming it as sample1. Okay, here we can add the tasks. I am just putting some simple task.
Okay, and now I can add different task titles, like this one. Here I can assign the to which user this task is assigned. We have created 3 users here, user 1, user 2, and I will show how the users are created after this one. Okay. Now I am assigning this task to user 1. Okay. And here I can here I can assign the deadline to which month, to which date. Yeah, here it is possible. And here I can assign the timesheets to record the efforts of each users in hours here. Then next I will show how the users are created. Now I have taken the settings. In settings, okay, in Udo, we need to activate the developer mode in the settings. Only then we can create the users. Then again, taking the settings. Here there is a function called manage users. On clicking this, we can create a user. Let it be user 3. His mail ID, I'm just putting a sample mail ID. Here there are mainly 3 users: internal user, portal user, the public. These are the user types. Internal user can view all the functions as a general. We can assign all the access rights to him, or we can limit the access rights. And portal user means he is the website user, and public user is common to both of these. And here we can set the privileges. Only we can. I'm just simply setting. It depends upon the application we are dealing with. Okay. And clicking save. A user is created, and I have to set the password here. So on clicking action, we can set the password. As assigning a password for him. Now a user is created, and actually he has the following privileges. I can edit here to make whichever access can be provided here. Here it is both read access and write access. I can edit it here and save it. This is a sample demo of that. Okay, coming back to app menu, then I will show you at purchase order how it is created. So on clicking the purchase in this app menu, we get this screen, and on clicking this create button, we can assign a vendor already existing, or we can create a vendor. These violet tabs are the compulsory tabs, and others are not compulsory. We can make it as an individual, or we can assign it as a company. We can give a sample company name, and let it be straight one. State, I think it is compulsory. Here almost all the states of the world are available. Yeah. Just see, okay, these are other not mandatory fields. We can create a vendor here now. Yeah,
vendor is created, we can add vendor reference like some just sample values. Order date, this is also compulsory. And we can add our product here. Like we can create it here. Just putting some sample values here. Yeah, it's created. And we can set the quantity required for our purpose. And I am assigning unit price of 100. Yeah, it's with a GST of 5%. It is 10,500. And I'm just clicking confirm order. Yeah, the purchase order bill is now generated, and on clicking create bill. Or let's just a second. I haven't put the yeah, it's create bill. Yeah, here I have to select the quantity. Just giving 50. Yeah, the unit price is generated, and just posting it to the bill. Yeah, the vendor bill is generated here, and after clicking register payment, here the details will be given: journal, Indian INR and cash INR, and just selecting bank INR and just selecting validate. Yeah, the bill is now paid. These are the functions generated by different officers in a company. Okay, this is the dashboard of the Udo customization. I have added the purchase here and project module here. I can also add another modules also here, like sales. Then I'm selecting sales, and on clicking favorites, there is an option we can add to dashboard. Yeah, we can rename it as our wish. Yeah, quotation is now added. They are saying to refresh the page. Yeah, we are refreshed it. And now going to our dashboard. Yeah, it is added in our dashboard. It is easy to add it here. And I'm now logging out from the admin page and now entering as a user now. Yeah. On selecting, we have given limited privileges to the user. Here he has only limited apps that we assign to him. On selecting the project module, he can see the tasks and various projects. Okay, and selecting this one. Yes, it was assigned to me. That means this user one. And we can enter the timesheet. On clicking edit, we can add it. And the time work. Or clicking save, he can enter his effort. Okay. This is the basic customization developed by our team, and thank you. Yes, actually this is a demonstration part from our side. ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മൾ കാണിച്ച മോഡ്യൂൾ ഉണ്ടല്ലോ, അത് കസ്റ്റമൈസ്ഡ് ആണോ അതോ സ്റ്റാൻഡേർഡിലുള്ളതാണോ ഇപ്പൊ കാണിച്ചത്? ഇപ്പൊ നമ്മളൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തതും അതേപോലെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തൊക്കെ സ്റ്റാൻഡേർഡ് മോഡലുള്ളതാണോ? It's a standard plugins available for it. Okay, so no need of any customization for the normal. Without any
normal customization, actually you just install it, and the minimum thing, then minimum information given to the system automatically it's Okay. there, right? ഓക്കെ ഓക്കെ സംഗീത എന്താ ഈ പ്ലാന്? നമുക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സെഷൻ. അതെ അതെ അതെ. എന്തെങ്കിലും ഡൗട്ട്സ് ആരോ റേസ് ഹാൻഡ്? ഓക്കെ ഓക്കെ. അപ്പോ ശാന്തി അത് റേസ് ഹാൻഡ് ചെയ്യുന്ന ആളുകളെ ഒന്ന് എനേബിൾ ചെയ്തിട്ടെ അവർക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ. സോ നമ്മൾ ഇവിടെ മിസ്റ്റർ അനൂപ് എൻ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. സർ, ഞാൻ ബ്യൂറേജസ് കോർപ്പറേഷനിലെ പ്രോഗ്രാമറാണ്. ഞങ്ങൾക്ക് ഇപ്പോ ഏകദേശം 273 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഇപ്പൊ നമ്മള് എല്ലായിടത്തും എപ്പോഴും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മളവിടെ ബില്ല് ഇപ്പോ കസ്റ്റമേഴ്സ് വരുന്നു, സാധനം മേടിക്കുന്നു. അപ്പോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത് ഉള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് പിന്നെ ഒന്ന് സെർവറിലേക്ക് സിങ്ക് ചെയ്യത്തക്ക രീതിയിൽ, ഉഡുവിന്റെ ഒരു സെർവർ കാണുമല്ലോ, ERP സെർവർ, ആ രീതിയിലേക്ക് പിന്നെ സിങ്ക് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി കാണുമോ അതില്? സാറിന് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല? ക്ലിയർ ആയി അനൂപേ. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഊഡോ വർക്ക് ചെയ്യുന്നത് ഒന്നീ നമ്മൾ എവിടെങ്കിലും സെർവറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ക്ലൗഡിൽ നിന്നോ എവിടെന്നെങ്കിലും ആയിരിക്കും നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത്. ദെൻ നിങ്ങൾ ലോക്കൽ ഇൻസ്റ്റൻസ് വെച്ചിട്ട് ലോക്കൽ സെർവർ യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നീട് അവിടുന്ന് പുഷ് ചെയ്താൽ മതിയാവും. നമുക്ക് അവിടെ, അതായത് ഡാറ്റ ഇവിടേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു കസ്റ്റമൈസേഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അനൂപ് ഇപ്പം ബെവറേജ് കോർപ്പറേഷന് വേണ്ടിയിട്ട് IIITMK ടീം ഓക്കെ സർ, ഒരെണ്ണം ഇപ്പൊ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ERPയുടെ ഇത് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാണ്. നടക്കുന്നുണ്ട്. ദ സെയിം ഇഷ്യൂ ഐ തിങ്ക് അജിത് സാർ ആണ് അത്. അതെ അതെ സാർ, അറിയാം. അത് ഇടയ്ക്ക് പറഞ്ഞു ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും, കണക്ടിവിറ്റി ഇഷ്യൂ ഓൾ ഓവർ ദ കേരള ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇപ്പം ബെവറേജ് കോർപ്പറേഷൻ പോലുള്ളത് നമുക്ക് സാധനം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ കേൾക്കൂലല്ലോ, ബില്ലടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അപ്പൊ അതിന് നമുക്ക് അതാത് ലൊക്കേഷനിൽ ഒരു ലോക്കൽ സെർവർ വെച്ച് ബില്ല് ചെയ്യും, അതിനൊരു പീരിയോഡിക് ടൈം വെച്ചിട്ട് സെന്ററിലേക്ക് പുഷ് ചെയ്യലും ചെയ്യാൻ പറ്റുമല്ലോ. അതെ, അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതെ, ഇപ്പൊ അവരുടെ എക്സിസ്റ്റിംഗ്, കാരണം മിസ്റ്റർ സുരേഷ്, നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ആക്ച്വലി സെയിൽസ് മൊഡ്യൂൾസും ഒരു ഇതും മാത്രം മതിയാവും, HR മാനേജ്മെന്റും മാത്രം മതിയാവും. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു കസ്റ്റമർ മാനേജ്മെന്റ് വേർഷൻ എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മിനിമം സാധനമാണ് അവർക്ക് വേണ്ടുന്നത്. പിന്നീട് അവർക്ക് അത് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മാത്രമേ നമുക്ക് പർച്ചേസും സെയിൽസും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം വരുന്നു. ഇടയ്ക്ക് ഒരു മിഡിലായിട്ട് വെയർഹൗസസ് വരുന്നുണ്ട്. വെയർഹൗസസ് ഉണ്ട്. വെയർഹൗസ്, മോസ്റ്റ് ഓഫ് ദ വെയർഹൗസസ് ആക്ച്വലി വെൽ കണക്റ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളുടെ DPRൽ അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത്. വെയർഹൗസസിൽ അങ്ങനെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു അനൂപ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് മിസ്റ്റർ ജയൻ സർ, ചോദിച്ചോളൂ. ഇപ്പൊ ഈ ഡെമോ കാണിച്ചത് ഇത് ഏത് വെർഷൻ ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? ഊഡോ 13 ആണ്. ഊഡോ 13 ആണ്. അപ്പൊ ഇതിൽ കമ്മ്യൂണിറ്റി വെർഷനിൽ എന്തോ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ലൈക് നമ്പർ ഓഫ് യൂസേഴ്സിന് വല്ല ലിമിറ്റേഷൻസും ഉണ്ടോ? ചില പർട്ടിക്കുലർ മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. യൂസർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ, അത് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ യൂസ് ചെയ്തിരുന്ന കേസിൽ യൂസർ ലിമിറ്റേഷൻസ് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റർപ്രൈസ് വേർഷനിലേക്ക് പോകേണ്ടി വരും. കാരണം കമ്മ്യൂണിറ്റി വേർഷൻസിൽ പൊതുവെ യൂസർ ലിമിറ്റേഷൻസ് ബാക്കിയുള്ള എല്ലാ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾക്കും ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി മൊഡ്യൂൾ കണ്ടപ്പോഴേ അത് പുതിയ വെർഷന്റെ സീരീസ് ആണെന്ന് തോന്നി. പഴയ വെർഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി
അങ്ങനെ ഒരു ലിമിറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങും, കണ്ടതായിട്ട് ഓർക്കുന്നില്ല യൂസർ ലിമിറ്റ്. ബട്ട് ഇതിനകത്ത് ചില പ്ലഗിൻസിനകത്ത് നമുക്ക് പെയ്ഡ് പ്ലഗിൻസ് ചിലത് യൂസ് ചെയ്യേണ്ടി വരും. അതും എക്സ്പെഷ്യലി അനലിറ്റിക്സ് സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ളതാണ് കൂടുതലും വരുന്നത്. കസ്റ്റമൈസ് പാർട്ട് വരുമ്പോഴാണ്. നോർമലി സെയിൽസ് നോർമൽ ഫങ്ഷണാലിറ്റീസ് എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ താങ്ക്സ്. ഓക്കെ ഓക്കെ താങ്ക് യു ജയൻ. ഓക്കെ, നമുക്ക് ശ്രീജിത്ത് സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹലോ, ചോദിച്ചോളൂ. എല്ലാവർക്കും ഹായ്. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പം ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഈ ഒരു ഓർഗനൈസേഷൻ സർവീസിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിനെ പറ്റിയാണല്ലോ. അപ്പം അതിനെപ്പറ്റി എനിക്ക് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് രണ്ട് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൻ്റെ അകത്ത് ഞാൻ കണ്ട ഏതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയാലും ഞങ്ങൾ കുറേ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഞാൻ കണ്ടതിൽ ഏത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയാലും എല്ലാറ്റിൻ്റെയും ഇപ്പം നമ്മളിപ്പം സംഗീത് ഡെമോ കൊടുക്കുമ്പോൾ പറഞ്ഞു it is going to be a threat to it will be an issue with Microsoft and all. See, their sales will go down and all. So I don't think that it is going to affect their sale and all, because see I've been using these softwares for a long time, and I found that we were platinum customers for Linux and see RHEL, Red Hat Enterprise Linux. And we found that for many years we were platinum customers, and we found that these people are not at all supporting. See, they are collecting crores of amount, and in the name of open source, actually NIC has formulated an open source policy. Somewhere around 5 years back, there was a policy from NIC saying that we all should go for open source applications. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഈ ഇതിന്റെ എന്റർപ്രൈസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സാധാരണ മൈക്രോസോഫ്റ്റിന്റെ സൊല്യൂഷനേക്കാളും കോസ്റ്റ്ലിയും അതേപോലെ സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഞങ്ങൾ പോസ്റ്റ്ലെസ് ആണ് ഉപയോഗിക്കുന്നത്. പോസ്റ്റ്ലെസിൻ്റെ അകത്ത് നമ്മൾ ലിനക്സിന്റെ കൂടെ വരുന്ന പോസ്റ്റ്ലെസ് എന്ന് പറയുന്നത് 8.4 വേർഷനാണ്. അതേസമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് ഫങ്ഷണാലിറ്റീസ് വേണ്ടത് പോസ്റ്റ്ലെസ് 11-ലോ അല്ലെ 10-ലോ 11-ലോ കിട്ടുന്ന ഫങ്ഷൻസ് ആയിരിക്കും. നമ്മൾ ആ പോസ്റ്റ്ലെസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് ഹാറ്റിന്റെ ഒക്കെ ലൈസൻസ് അവർ പറയും യു ആർ യൂസിങ് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ, സോ വി വോണ്ട് ബി ഏബിൾ ടു സപ്പോർട്ട്. Then I used a very nice open source software called LifeRay. പലർക്കും അറിയാമായിരിക്കും. LifeRay എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ രാജ്യത്തെ 2,48,000 പഞ്ചായത്തുകളുടെ വെബ്സൈറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ LifeRay ഉപയോഗിച്ചുകൊണ്ടാണ്. ഈവൻ കേരളത്തിന്റെ വെബ്സൈറ്റ്സും ഇന്ന് അവൈലബിൾ ആണ് LifeRay ഉപയോഗിച്ചുകൊണ്ട്. അതിൽ ഞങ്ങൾ LifeRayയുടെ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ 25 lakhs ആണ് അവരുടെ ലൈസൻസ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, സപ്പോർട്ട് എന്ന പേരിൽ അവർ കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ LifeRay ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും അവർ സപ്പോർട്ട് ചെയ്യുന്ന സൈറ്റ് പറഞ്ഞിരുന്നത് 10,000 സൈറ്റ്സ് ആയിരുന്നു. വി ആർ സ്റ്റിൽ ഗിവിംഗ് 2,40,000 സൈറ്റ്സ്. ഇതിൽ പ്രശ്നം വരുന്നത് we need to get involved. Some developers, somebody has to get involved into this open source software, then only we will be able to use these open source softwares. So ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ്, ആ ഒരു യഥാർത്ഥ കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളത് എല്ലാ കഴിയുന്നത്ര ഫങ്ഷണാലിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയർസിന് നമുക്ക് പരമാവധി പ്രൊവിഷൻസ് പോലും കൊടുക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പല ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല, എന്നാൽ അതിന്റെ അതിൽ വരേണ്ട കുറെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിനെയാണ് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ബാക്ക് ട്രാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, മാൻഡിസ് BT എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എൻ എക്സലന്റ് സോഫ്റ്റ്വെയർ. വെർഷനിങ് വേണ്ടി ഞാൻ SVN ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ GitHub ഉപയോഗിക്കുന്നുണ്ട്. These are all excellent softwares. എല്ലാ ഫങ്ഷണാലിറ്റീസും നമുക്ക് കിട്ടും. അപ്പം ഒന്നത്, അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് നമ്മളും
ഇതേപോലെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് വി ഷുഡ് നോട്ട് ലിമിറ്റ് എനി ഫംഗ്ഷനാലിറ്റി. ഇറ്റ് ഷുഡ് ബി എ റിയൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നമുക്കറിയാം ഫോറംസ്, ഇഷ്ടംപോലെ ഫോറംസ് ഉണ്ട്. ഇപ്പൊ ലൈബ്രറിയിലൊക്കെ നമ്മൾ ഓരോ സാധനവും ഡെവലപ്പ് ചെയ്ത്, ഓരോ മൊഡ്യൂളും ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഈ ഫോറംസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. ബട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈ നമ്മളിൽ എത്ര പേര് ഇത്തരം ഫോറംസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇത്തരം ഫോറംസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ മൈ റിക്വസ്റ്റ് ഈസ്, വി മസ്റ്റ് കോൺട്രിബ്യൂട്ട് to the forums, we must contribute to the open source society, we must contribute whatever we have configured. ഇപ്പം നിങ്ങളിപ്പം ഈ കാണിച്ച ആപ്ലിക്കേഷൻ്റെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾ അടക്കം, we must contribute to the open source society, we must support open source society, we must bring that out of the clutches of these enterprise companies. That is all my suggestion. Okay, thank you. Then Sangeet, first of all, from your side, the comments regarding to this one, I invite the Sangeet to comment from first part. Sangeet, are you available? Sangeet sir, sir mute ആണ്. ഹലോ, പറയൂ സർ, കേൾക്കുന്നുണ്ട്. Sangeet, the comments regarding to this one, I think Mr. Srijit, I think he is working in Panchayat department or somewhere. Srijit, where are you working? I'm working in NIC and taking care of Panchayat Raj department only. Panchayat Raj ministry. Okay, you are working in NIC. Oh, yeah. NIC Trivandrum. NIC Delhi. NIC Delhi. Okay, great. Okay. Yeah. So what was the query? Query is his comments regarding to the open source software and the community version and enterprise versions. Okay. Then the query is the enterprise for the enterprise versions, the companies charges a lot. My basic suggestion was we all must contribute. We all must contribute to the forums. We all must contribute to the open source society. We should not be mere customers, mere users for these open source solutions. See, there should be a contribution also from our side. How many of us, നമ്മളിൽ എത്ര പേര് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. എൻ്റെതായിട്ടുള്ള ഞാൻ കുറെ കോൺട്രിബ്യൂഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. See, I'm not going into that this thing, but see, I've been member of so many forums, but I couldn't see much contributions even from India. Indian society is more towards tapping the opportunity, tapping the facilities of those softwares. But അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തെങ്കിലും എല്ലാ ആൾക്കാരുടെ എല്ലാവരും വളരെ കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും അവൻ്റെതായിട്ടുള്ള നല്ല തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരാണ്. അപ്പം അവർ ചെയ്തിരിക്കുന്ന സാധനം അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രയാസം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അങ്ങനെ ഒരു അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളൊരു സജഷനാണ് ഞാൻ ചോദിച്ചത്. ഐ ആം വെരി വെൽ വിത്ത് യു മിസ്റ്റർ ശ്രീജിത്ത്. കാരണം ഇപ്പോ മെയിൻ ആയിട്ടൊരു ഇഷ്യൂ അതാണ്. നോട്ട് ഓൺലി ഇന്ത്യ, പല ഫേംസും അതായത് പെർസെന്റേജ് ലെവൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പെർസെന്റേജ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ദ ഗ്രോത്ത് ഈസ് എനോർമസ്. അത് കാരണം എന്ന് വെച്ചാൽ ആ കൗണ്ടാണ്. അത് ഇനി ഗോയിങ് ഫോർവേഡ് ദിസ് ഇസ് എ ടെക്നോളജി. ഒരു കൺവെൻഷൻ മെത്തേഡ് നമ്മൾ എല്ലാവരും മാറി ചിന്തിക്കണം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ശ്രീജിത്ത് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ കമ്പനീസിനും ഒരു നല്ലൊരു ടീം ഉണ്ടായിട്ട് അവരത് പ്രോഗ്രാമാറ്റിക്കലി അതിനകത്തേക്കുള്ള അഡീഷൻ ആയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. ദെൻ ഓൺലി വി ക്യാൻ സ്ട്രെങ്തൻ ദ സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി ഒഡു, ഇറ്റ് ക്യാൻ ബി എനി സിസ്റ്റം ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും വേണമെന്നില്ല, മേ ബി സ്മോൾ പ്രോഗ്രാംസ് ഓൾസോ. എല്ലാത്തിനും അതിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വരാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ഫോറംസ്, ഈ IT ലീഡേഴ്സ് ക്ലബ്ബ് പോലുള്ള ഫോറംസ് അതിനു വേണ്ടിയാണ്. കാരണം നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ വി ക്യാൻ publish to the end user community, and also we can let other members that we have done something so that they can make use of it. Adana the advantage. Really appreciate your initiative. Yeah, actually it's some of the valuable comments from the Srijit, Sangeet, because the thing is the real thing is
the contribution from the community or the contribution from the individuals is very low in the Indian scenario. നമ്മള് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐസിഫോസിന്റെ ഒരു ഇത് തന്നെ എന്താ പറയാ ഫോർമേഷൻ തന്നെ ബേസ്ഡ് ആയിട്ട് ഇത് തന്നെയാണ് കോൺട്രിബ്യൂഷൻ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇത് നമ്മളുടെ ഒരു ഫോർമേഷൻ തന്നെ. ദെൻ ഫോർ ദാറ്റ് പർപ്പസ് വി സപ്പോർട്ടഡ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് പല സോഫ്റ്റ്വെയറുകളുടെ കേസിലും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ ഇപ്പം പോസ്റ്റ്ഗ്രസിലേക്ക് ഐസിഫോസ് കോൺട്രിബ്യൂട്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ രണ്ട് രീതിയിലാണ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. മെയിൻലി ഒന്ന് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീകാഡില് 3D മോഡലിംഗിന്റെ ചില മൊഡ്യൂൾസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലോബലി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓട്ടോകാഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നമുക്ക് വളരെ ലിമിറ്റഡ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഒപ്പം തന്നെ അസോസിയേറ്റ് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷനിൽ അസോസിയേറ്റ് ചെയ്യാവുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കോൺട്രിബ്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇത്. ഈവൻ കോളേജിൽ നിന്ന് കുട്ടികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ഏകദേശം 90 കോളേജുകളിൽ നമ്മൾ ഫോസലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഇപ്പം കേരളത്തിലെ IT ലീഡേഴ്സ് ക്ലബിന്റെ ഇതില് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിന് ദെൻ വി ആർ റെഡി ടു ഡു ദാറ്റ് വൺ. ദെൻ അറ്റ് ദ സെയിം ടൈം ഞങ്ങള് ദ്രുബാൽ ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ ഡേയില് ഐസിഫോസിന്റെ ഇതിൽ തന്നെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ വീക്കെൻഡ് നടത്തുകയും അവിടെ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ദ്രുബാലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പല ഇവന്റ്സും നമുക്ക് കോൺട്രിബ്യൂഷൻ നമ്മുടെ IT ആൾക്കാര് ഇത് വരികയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ നടത്താനും അതിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇതുപോലുള്ള കോഴ്സുകൾക്ക് ഇപ്പൊ നമുക്ക് രാജീവിനോടാണ്, നമുക്ക് ആളുകൾക്ക് ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ടോ? ഇപ്പൊ ഇതേപോലെ ടെക്നോളജി ബോർഡിനെയോ അങ്ങനെയുള്ള കോഴ്സുകളുടെ സംവിധാനം ഉണ്ടോ? നമുക്കിപ്പം ഊഡോയിൽ കോഴ്സില്ല. നേരത്തെ സംഗീതത്തിന്റെ ഇതിൽ പറഞ്ഞിരുന്നു. നിലവിൽ നമ്മളിപ്പം വെർച്വൽ ക്ലാസ് റൂംസ്, നോർമലി നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അത് വെച്ചിട്ട് കോഴ്സസ് നടത്തുമായിരുന്നു. ഇപ്പം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ വെർച്വൽ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ഇപ്പം നിലവിൽ ക്ലാസ് നടക്കുന്നത് പൈത്തണും മെഷീൻ ലേണിംഗിലുമാണ്. ഞങ്ങളൊരു 100 പേരെ ഉദ്ദേശിച്ച് കോഴ്സ് അനൗൺസ് ചെയ്തതാണ്. അവസാനം ഇപ്പം 300 പേര് കഴിഞ്ഞു. അതായത് ഒരു ബാച്ചിൽ 30 മുതൽ 40 ആൾക്കാർ വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഇവർക്ക് കോഴ്സ് കൊടുക്കുന്നതിനും ഡെലിവറി ചെയ്യുന്നതിനും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതല്ല, ലൈവ് ക്ലാസ് റൂം സെഷൻസ് ആണ്. 3 hour കണ്ടിന്യൂസ് പെർ ഡേ വെച്ചിട്ട് ഒരു 7 days 8 days വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നടത്തുന്നത്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് പല കോഴ്സുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാന്നാണെങ്കിൽ ഞങ്ങൾ മെമ്പേഴ്സിന് മുഴുവൻ ഷെയർ ചെയ്തിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട കോഴ്സുകൾ എടുക്കാമല്ലോ. തീർച്ചയായിട്ടും. ഇനിയിപ്പോ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. ആ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. കാരണം ഇപ്പൊ ഓൾറെഡി കോഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവരൊക്കെ 7ാമത്തെ 8ാമത്തെ ബാച്ചിലാണ് ഇപ്പം ഇരിക്കുന്നത്. അതും കൂടെ തീർന്നതിന് ശേഷം നെക്സ്റ്റ് ജൂലൈയിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അടുത്ത ബാച്ച്. മോസ്റ്റ്ലി എല്ലാവരും ഒരു IT സീനിയർ പോസ്റ്റിലുള്ളവരാണ് ഇതിന്റെ മെമ്പേഴ്സ്. അപ്പൊ ഇവിടെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ ഓർഗനൈസേഷനിൽ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 6 പേർക്ക് ട്രെയിനിങ് വേണം എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റുഡൻസിന്റെ ഒപ്പം അല്ലാതെ മേ ബി ഒരു സെപ്പറേറ്റ് ബാച്ചിന് തുടങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. സോ മേ ബി അതൊരു അഡ്വാൻറ്റേജ്. അനദർ അഡ്വാൻറ്റേജ് നമുക്ക് ഈവൻ ഒരു ക്ലാസ്സിൽ തന്നെ ഇപ്പം നിങ്ങൾ ഒരു 40 അല്ലെങ്കിൽ ഒരു 30 ആണ് എടുക്കുന്നതെങ്കിൽ മേ ബി IT ലീഡേഴ്സ് ക്ലബിന്റെ മെമ്പേഴ്സിന് അവർ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും. ട്രെയിനിങ്ങും കുറച്ചുകൂടെ അതുപോലെ കൊടുക്കാൻ പറ്റും. മേ ബി ഫാസ്റ്റ് ആയിട്ട് ട്രെയിനിങ് നീങ്ങാം. അങ്ങനെയാണെങ്കിൽ കാര്യമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു നമുക്കൊരു 30 പേര് അല്ലെങ്കിൽ 40 പേരുടെ ഒരു ബാച്ച് കിട്ടുവാണെങ്കിൽ വി ആർ റെഡി ടു ഡു ഇറ്റ്. ദെൻ നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പൻസിനെയും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് 30-40 പേരുടെ പാർട്ടിസിപ്പൻസിനെയും കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ബാച്ച് നടത്താൻ പറ്റും. നമ്മൾ വല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സ്പെസിഫിക് വല്ല കണ്ടന്റുകളും ഉണ്ടോ? സ്പെസിഫിക് കോഴ്സുകൾ വല്ലതും ഉണ്ടോ? അതാണ് ML പറഞ്ഞല്ലോ അല്ലെ, ML ചെയ്യുന്നുണ്ടല്ലേ.
Okay. Data modeling and visualization ആണ് ഫസ്റ്റ്. പ്രിലിമിനറി ML-നകത്ത് അതാണുള്ളത്. നമ്മുടെ ഈ ഫോറം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും, കാരണം IT ലീഡേഴ്സ് ക്ലബ്ബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു, ആളുകൾക്ക് എങ്ങനെ കുറച്ചുകൂടി നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ആളുകളാണ് അതാത് കമ്പനികളുടെ IT ഡിപ്പാർട്ട്മെന്റ് IT സിസ്റ്റം മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ അറിവാണ് ആ സ്ഥാപനത്തിന് ഡെവലപ്മെന്റ് വരിക, അതാണ് സൊസൈറ്റിയിലേക്ക് വരിക. അപ്പോ ഏതൊക്കെ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടാനും പഠിക്കാനുള്ള സോഴ്സുകൾ ഉണ്ടോ അതെല്ലാതും. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഇതുപോലുള്ള പ്രൊജക്ടുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടാവും. അപ്പൊ മിസ്റ്റർ രാജീവ് എന്തായാലും അതിൽ ഷെയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് പോവാൻ തോന്നുന്നു. ഞാൻ സംഗീതത്തിന്റെ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സുരേഷ്, ജയനാണ്. ഒറ്റ കാര്യം കൂടിയും ഈ സിൻസ് ഇത് ഓപ്പൺ സോഴ്സിന്റെ നമ്മളുടെ ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നുന്നു എനിക്കിതില്. നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ സീഡാക്കും NCR ഫോഴ്സും കൂടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബോസ് എന്ന് പറഞ്ഞിട്ട്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് 2022 കൂടിയിട്ട് എല്ലാ ATM മെഷീൻസിലും റോൾ ഔട്ട് ചെയ്യും എന്നുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ ആയിരുന്നു മുമ്പ് എടുത്തിരുന്നത്. ഞാൻ അതിന്റെ ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയില്ല, അതിന്റെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിരുന്നത് അത് ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തിരുന്നു ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആർക്കെങ്കിലും അത് ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന അവർക്ക് പ്രൈസിംഗ് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത്രയും ഒരു, ഇപ്പോൾ ഇതിനോട് യോജിച്ച് പറയേണ്ട ഒരു കാര്യം, അത്രയും ഒരു അത് വരുവാണെങ്കിൽ അത്രയും ഒരു ലെവലിലേക്ക് ഓപ്പൺ സോഴ്സിന് റീച്ച് വരും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആസ് ശ്രീജിത്തിന്റെ ഒരു പോയിന്റോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായതൊരു കാര്യം, ഈ ഓപ്പൺ സോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നതിന്റെ റിയൽ ആയിട്ടുള്ള മീനിങ് നമ്മളിൽ പലരും യൂസ് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ശ്രീജിത്ത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നു, പക്ഷെ നമ്മളിത് ട്വീക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഔട്ട്കം നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നില്ല. പലപ്പോഴും അങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരു അവസരത്തിലായിരിക്കും ഈ നമുക്കൊരു എന്റർപ്രൈസ് സപ്പോർട്ടോ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നത്. ഒരു പോയിന്റ് പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഒരു ഫോറംസും ഇന്ത്യൻസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോറംസും നമുക്ക് അതിൽ കാണില്ല. ഏറ്റവും കൂടുതൽ ഓപ്പൺ സോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാർ തന്നെയാണ്. എന്റെയും ഒരു എക്സ്പീരിയൻസ് ഐ വുഡ് സേ. കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനനുസരിച്ച് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്കില്ല. അതാണ് അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ പാർട്ടാണ് സുരേഷ്. അതെ അതെ, അത് നമുക്ക് കൊണ്ടുവരണം. എടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. നമ്മള് ഒരുപാട് നമ്മളുടെ പ്രോഗ്രാംസിൽ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ആൾക്കാരെ ഈവൻ അറ്റ്ലീസ്റ്റ് കമ്മിങ് സ്റ്റുഡൻസിനെ ഇതിനെക്കുറിച്ച് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് വരും. ഈവൻ ഞങ്ങളുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊടുക്കുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ 2 കമ്പനീസേ ഉള്ളൂ. ദെൻ അവര് മോണോപ്പൊളൈസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ചാർജ് അവര് 3 lakhs 4 lakhs ഒക്കെയാണ് ഒരു ഡ്രോണിന് അവര് പലപ്പോഴും ചാർജ് ചെയ്യുന്നത്. IC ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഓപ്പൺ ഡ്രോൺ ടീം ഉണ്ട്. ഈ കമ്പോണൻസ് വൈസ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയും ദെൻ അതിനെ തുടർന്ന് നമ്മൾ ഇവിടെ തന്നെ അതിന്റെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് ആക്കിയിരിക്കുകയാണ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ഉൾപ്പെടെ. സോ എനിബഡി ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്. കാരണം ഓപ്പൺ ഫോഴ്സ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മാത്രമല്ല, കറന്റ്ലി ദ ഓപ്പൺ ഹാർഡ്വെയർ ഈസ് ആൾസോ അവൈലബിൾ ആണ്. Okay. Then ഒരു കാര്യം സുരേഷ്, then IC ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം IC ഫോഴ്സ് ഏത് ഓർഗനൈസേഷൻ, either it's a private or government or public sector undertaking, then we are ready to provide the consultancy services to these organizations for promoting the force. Okay. Thank you. Okay. അപ്പോ അതില് ശ്രീജിത്തിന്റെ നല്ല വാല്യുബിൾ സജഷനുകൾ ഉണ്ടായിരുന്നു. സംഗീത ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. രാജീവിന്റെ ഇൻപുട്ടുകൾ. നമുക്ക് ഇതൊക്കെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെമ്പേഴ്സിനും നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതില് അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ലേറ്റർ. ഇതിൽ ഓഫ്ലൈനിൽ നമുക്ക് സംസാരിക്കാം. ശാന്തി കണ്ടിന്യൂ ചെയ്തോളൂ, നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. Okay, sir. So Rajiv sir and Sangeet sir, on behalf of everyone attending the session, I thank you for sharing this knowledge. It was really wonderful. Now, moving on quickly,
I would like to take you to the insight of our last session, which was presented by Mr. Jayachandran. His presentation was about information security in this digital era. As in this pandemic, we see digital transformations everywhere. We try to adapt the same for the purpose of issuing a certificate of appreciation to the speakers of our IT Leaders Club. So for presenting this certificate to Mr. Jayachandran, I request our chief guest, Mr. Srijit, to do the honors. I hope the certificate is visible to everyone. So Srijit sir is virtually presenting the certificate to Mr. Jayachandran for being the resource person in the webinar conducted by IT Leaders Club. I request Mr. Jayachandran to accept this on behalf of IT Leaders Club. ജയൻ കിട്ടിയെന്ന് പറയാനേ പറ്റുള്ളൂ, ഡിജിറ്റലി ആണ് തരുന്നത്. Thank you very much. Thank you very much. ശ്രീജിത്ത് ലൈനിലുണ്ടല്ലോ അല്ലെ? ഒന്ന് സംസാരിച്ചാൽ ലൈനിലുണ്ട്. നമ്മള് ശ്രീജിത്ത് ഇപ്പൊ ജയന് കൊടുത്തതായിട്ടാണ് നമ്മള് സങ്കല്പിക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാമിനൊന്ന് വെർച്വലൈസ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുക. So I just want to thank you and thank you very much. Thank you. Okay, sir. Thank you, Srijit sir, for the honors. Now I would like to request Mr. Srijit for the vote of thanks ceremony. Mr. Srijit is the manager of IT and communication in CIAL. Srijit sir, over to you. Okay. First of all, I would like to thank Sangeet and team for allowing me to, giving me an opportunity to join this IT Leaders Club. First of all, today's session went on very well, and I would like to propose my vote of thanks to our chief guest, Sri Joy Johnson, for joining the session. Then I would like to thank Mr. Sangeet, BGMIT Kochi Metro, for the insights he has given us on the open source ERP. Next, I would like to thank Dr. Rajiv sir and his team for the demo on the open source. It was a very informative demo for us, and I think we should all contribute to the open source community. Then, last but not the least, I would like to thank all the participants for joining today's IT Leaders Club function. Thank you all. Thank you so much, sir. Thank you for sharing your thoughts. Here we come to the end of our today's program. With a note, we are looking forward to see each one of you in our next session, which is being presented by Mr. Robin Joy, the Vice President and CIO of V-Guard Industries Limited. Thanking the whole team of IT Leaders Club and everyone who worked behind this for making this initiative a successful one. Thank you. Thank you. Thank you. അടുത്ത സെഷൻ ചോദിക്കുന്നുണ്ട് ലൈനില്. നെക്സ്റ്റ് സാറ്റർഡേ 7 o'clock തന്നെ, സെയിം ടൈം. Okay, thank you the founders and leaders of IT Leaders Club. Thank you. ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അടുത്ത ആഴ്ചയുടെ ടോപ്പിക് ഈ പാൻഡമിക് സിറ്റുവേഷനിലെ IT-യുടെ ഇമ്പോർട്ടൻസും കൊളാബറേഷൻ ടൂളുകളെയും പറ്റിയിട്ടാണ് റോബിൻ സാർ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇതിൽ ആൾക്കാർ ചാറ്റിൽ ചോദിക്കുന്നത് സെയിം ലിങ്ക് ആണോ എന്ന്. അല്ല, സെപ്പറേറ്റ് മീറ്റിംഗ് ID ആയിരിക്കും. അത് ഇതുപോലെ ഗ്രൂപ്പിൽ ഇതിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ സോഴ്സിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് എല്ലാ ചാനലിൽ കൂടിയും ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശാന്തി, നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഇവിടെ ആൾക്കാരെ കൊണ്ട് ലൈക്ക് ചെയ്യിച്ചു കഴിഞ്ഞാലേ അവർക്ക് എല്ലാവർക്കും ആ ഇത് കിട്ടിക്കോളും, ഇന്റിമേഷൻ കിട്ടിക്കോളും. നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ഡേറ്റിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അതെ അതെ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നമ്മളൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ മിസ് ചെയ്ത സെഷൻസ് കാണാനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിലിടുന്നുണ്ട്. സോ പീപ്പിൾ ക്യാൻ ഓൾസോ വ്യൂ ദെയർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ അതൊന്ന് പ്രൊമോട്ട് ചെയ്യണം. ആ ഫേസ്ബുക്ക് പേജും യൂട്യൂബും കൂടി നെക്സ്റ്റ് വീക്ക് മുതലുള്ള സെഷനിൽ ഇവിടെ പ്രസന്റ് ചെയ്യണം. അത് ലിങ്ക് ഷെയർ ചെയ്യുക ചാറ്റിൽ, അങ്ങനെയൊക്കെ ആളുകളിലേക്ക് അത് എത്തിക്കണം. നെക്സ്റ്റ് വീക്കിൽ സാറിൻ്റെയാണ് സെഷൻ എടുക്കുന്നത്. അപ്പോൾ
എന്തെങ്കിലും ആ ലിങ്ക് ഇപ്പോൾ ആൾറെഡി അവിടെ മീറ്റിംഗ് ഐ ഡി ഉണ്ടല്ലോ. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിൽ ഒന്ന് പിന്നെ സെഷനിൽ ശാന്തി ഒന്ന് ശ്രദ്ധിക്കേണ്ട. ലാസ്റ്റിൽ നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചാറ്റിൽ. ഓക്കെ സർ. പിന്നെ അതേപോലെ യൂട്യൂബ് ലിങ്ക് ഏതാണെന്നുള്ളതും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ പേജ് ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർക്ക് നെക്സ്റ്റ് മുതൽ നോട്ടിഫിക്കേഷൻ വന്നോളും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. താങ്ക് യു ആൾ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you everyone. Good night. Good night.